ഇത്തവണ ബി.ജെ.പി വളരെയധികം സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് കേരളത്തിൽ. 5 സീറ്റൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏകദേശം 2-3 സീറ്റെങ്കിലും ഉറപ്പാണ്. പോയാൽ 1 സീറ്റെങ്കിലും ജയിച്ചിരിക്കും എന്നൊക്കെ ഉറപ്പ് പറയുന്നുണ്ട്. കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ എൻ.ഡി.എക്ക് എത്രത്തോളം സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്? അതത്ര എളുപ്പമല്ല. ഇപ്പോൾ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കാം എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഓരോ മണ്ഡലത്തിലെയും ഡെമോഗ്രഫിയോ അല്ലെങ്കിൽ അവിടെയുള്ള മൊത്തത്തിലുള്ള വോട്ടിംഗ് ശതമാനം എത്രയാകാനുണ്ട് എന്നുള്ള സാധ്യതയോ അല്ലെങ്കിൽ അവിടെയുള്ള മൊത്തത്തിലുള്ള പൊളിറ്റിക്സോ ഒക്കെ നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ ബി.ജെ.പി അതിശക്തമായ രീതിയിലുള്ള മത്സരം കാഴ്ചവെക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് അവിടെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് ഒരു കീ ഫാക്ടറാണ്. അതിനോടൊപ്പം തന്നെ മറ്റു പല ഘടകങ്ങളും, സാമുദായികമായിട്ടുള്ള സമവാക്യങ്ങൾ, സ്ത്രീകളുടെ വോട്ടുകൾ തുടങ്ങിയ ഒരുപാട് ഫാക്ടറുകളെ ആശ്രയിച്ചിരിക്കും അവർ ജയിക്കുമോ എന്നുള്ളത്. പലപ്പോഴും കേരളത്തിലുള്ള മറ്റ് രണ്ട് മുന്നണികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ നമ്മൾ നേമത്ത് കണ്ടതാണ്. അവിടെ ഞങ്ങൾ തോറ്റാലും സാരമില്ല, ബി.ജെ.പിക്ക് ഒരു സീറ്റ് കിട്ടരുത് അല്ലെങ്കിൽ അവർക്ക് അവിടെ ഭരണ തുടർച്ച ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിലുള്ള ഒരു സമീപനമായിരുന്നു. അപ്പൊ അങ്ങനെ ജയസാധ്യത ബി.ജെ.പിക്ക് കൂടുതൽ കൽപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതേപോലെ തന്നെ മറ്റുള്ള ആൾക്കാർ അവരെ പരാജയപ്പെടുത്തണം എന്നുള്ള ചിന്ത അതുമൂലം മറ്റേ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നതിനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ ബി.ജെ.പിക്ക് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വോട്ട് മാത്രം എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ പത്തനംതിട്ട ഒരു ഉദാഹരണത്തിന് നമ്മൾ പത്തനംതിട്ട എടുത്തു കഴിഞ്ഞാൽ വളരെ കാര്യമായിട്ടുള്ള വോട്ട് വർധന ഉണ്ടായിട്ടുള്ള ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. പക്ഷെ പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ വോട്ട് വർധന ഉണ്ടാകുന്നതിന് പലവിധ കാരണങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത് ശബരിമല വിഷയമാണ്. ഇപ്പോൾ ആ ശബരിമല വിഷയം അവിടെ ഇല്ല. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് പുതുതായിട്ട് വരുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണയുള്ള അത്രയും തന്നെ വോട്ട് നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അല്ലാതെ ജയത്തിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ടുള്ള വോട്ട് വേണം, പക്ഷെ കഴിഞ്ഞ തവണ കിട്ടിയത് തന്നെ കിട്ടുമോ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അവിടെ തന്നെ ഇപ്പോ പറയപ്പെടുന്ന പേര് ഒരുപക്ഷെ ശ്രീ പി.സി. ജോർജിന്റെ പേരാണ്. ഇനി പി.സി. ജോർജ് നിന്നാലാണോ ഷോൺ ജോർജ് നിന്നാലാണോ കൂടുതൽ സാധ്യത തുടങ്ങിയ പല പരിഗണനകളൊക്കെ ഇനി ഒരുപക്ഷെ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അതേപോലെ തിരുവനന്തപുരത്തും ഇപ്പോഴും ഇങ്ങനെ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള കുറെ പേരുകൾ ഇങ്ങനെ അന്തരീക്ഷത്തിലുണ്ട് എന്നതിനപ്പുറത്തേക്ക് നമ്മൾ സോളിഡ് ആയിട്ടുള്ള ഒരു പേര് ഇതുവരെ കാണുന്നില്ല. അപ്പൊ അവിടെയും കൺവെൻഷണൽ ആയിട്ടുള്ള കുറച്ച് പ്രയോറിറ്റീസ് ഉണ്ട്. ഇവിടെയുള്ള സാമുദായിക സമവാക്യങ്ങൾ, നേരത്തെ ശ്രീ ഫക്രുദ്ദീൻ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസമുള്ള താരതമ്യേന ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾ, പൊതുവെ സ്വീകാരനായിട്ടുള്ള, അത്യാവശ്യം ഇംഗ്ലീഷ് പറയാൻ കഴിയുന്ന, എന്നാൽ അപ്പർ കാസ്റ്റ് വിഭാഗത്തിൽപ്പെടുന്ന, ഇങ്ങനെയുള്ള കുറേയധികം ഇക്വേഷൻസ് ഉണ്ട്. അപ്പൊ അതിലൊക്കെ ഫിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരാളിനെ അവർക്ക് കിട്ടുക എന്ന് പറയുന്നത് പ്രധാനമാണ്. തൃശ്ശൂരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മണ്ഡലം, എല്ലായ്പ്പോഴും പറയുന്ന ഒരു മണ്ഡലമാണ്. തൃശ്ശൂരിലാണെങ്കിൽ പോലും ഒരുപക്ഷെ ബി.ജെ.പി തിരിച്ചറിയുന്നുണ്ട് തൃശ്ശൂരിൽ ജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാണ് അവിടെ വളരെ ഓർഗാനിക് ആയിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം മറ്റേതൊരു മണ്ഡലത്തിനേക്കാളും തൃശ്ശൂരിൽ നമ്മൾ കാണുന്നത്. ഇപ്പൊ പ്രധാനമന്ത്രി തന്നെ ഒന്നിൽ കൂടുതൽ തവണയോടെ വരുന്നു. സ്ത്രീകളുടെ വോട്ട് എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കന്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു സമ്മേളനം അതിൽ അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. കുറേയധികം കാര്യങ്ങൾ അവിടെ നമുക്ക് സാമുദായികമായിട്ടാണെങ്കിലും ഒക്കെ തന്നെ ബി.ജെ.പി എന്ത് രീതിയിലുള്ള വളർച്ചയ്ക്കാണ് അവിടെ ശ്രമിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു വളർച്ചയ്ക്ക് ശ്രമിക്കുന്നതാണ്. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് സ്വന്തം സ്ഥാനാർത്ഥിയെ പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ സ്ഥാനാർത്ഥികൾ ആരാണ് എന്നുള്ളത്. ഇപ്പൊ നമുക്ക് തൃശ്ശൂരിലെ മണ്ഡലത്തിലെ തന്നെ മാത്രം എടുത്തു കഴിഞ്ഞാൽ അവിടെ CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് ശ്രീ V.S. സുനിൽകുമാർ ആണ് എങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞ തവണ സുരേഷ് ഗോപിക്ക് കിട്ടിയിരിക്കുന്ന കുറേയധികം വോട്ടുകൾ V.S. സുനിൽകുമാറിന് പോകാനുള്ള ഒരു സാധ്യതയും അവിടെയുണ്ട്. അപ്പോൾ ഒരേ സെറ്റ് ഓഫ് വോട്ടുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പല ആൾക്കാരും മത്സരിക്കുന്നത്. ഇപ്പൊ നമുക്ക് CPM-നെ സംബന്ധിച്ചിടത്തോളം കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഇടതുപക്ഷത്തിന് പൊതുവെ എല്ലായിടത്തും അതുള്ളതാണ്. പക്ഷേ പല സ്ഥാനാർത്ഥികൾ വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ മേന്മ, ഇതിൽ ആരാണ് പാർലമെന്റിൽ പോകാനുള്ള യോഗ്യത കൂടുതലുള്ളത്, നമ്മുടെ ആള് മോശമാണോ മറ്റേതാണോ നല്ലത് എന്നിങ്ങനെയുള്ള പല പല കമ്പാരിസൺസ് ഉണ്ടാകും. അപ്പൊ ന്യൂട്രൽ ആയിട്ടുള്ള കുറേയധികം വോട്ടുകൾ ഉണ്ടാകും, സ്ത്രീകളുടെ വോട്ടുകൾ ഉണ്ടാകും. ആ വോട്ടുകളൊക്കെ ആത്യന്തികമായിട്ട് സമാഹരിക്കാൻ കഴിയുന്നത് ആരാണോ അവർക്കാണ് ജയസാധ്യത കൂടുതലുള്ളത്. അപ്പൊ പൂർണ്ണമായിട്ടുള്ള ഒരു ചിത്രം അല്ലെങ്കിൽ ബി.ജെ.പിയുടെ ഒരു സ്വാധീന ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് പറയണമെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ ഒക്കെ തന്നെ ആരൊക്കെയാണ് അവരുടെ തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ പോകുന്ന സ്ഥാനാർത്ഥികൾ എന്നുള്ളതിന്റെ ഒരു ചിത്രം കൂടി വരേണ്ടതാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ ബി.ജെ.പിക്ക് അതിശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു 4-5 മണ്ഡലങ്ങളെങ്കിലും ഉണ്ട് എന്ന് പറയാം. എന്നാൽ അതിൽ പൂർണ്ണമായിട്ടുള്ള ജയസാധ്യതയുള്ള ഏതെങ്കിലും 1-2 മണ്ഡലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ട് എന്ന് നിലവിൽ ഞാൻ കരുതുന്നില്ല.